വടകരയിലെ കെ ശൈലജയുടെ തോൽവിക്ക് പുതിയ മാനം നൽകുന്ന നിലപാടും വിശദീകരണവുമായി പി ജയരാജൻ രംഗത്ത് വന്നിരുന്നു. CPM സംസ്ഥാന സമിതിയിൽ അസാധാരണ അഭിപ്രായ പ്രകടനവുമായി പി ജയരാജൻ രംഗത്തെത്തിയപ്പോൾ ഔദ്യോഗിക നേതൃത്വം അപ്പാടെ അമ്പരന്നു പോയിരുന്നു. ഭാവിയിൽ കെ ശൈലജ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നായിരുന്നു ജയരാജന്റെ പരാമർശം. അതിന് വടകര തോൽവിയെ തന്നെ ജയരാജൻ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. ശൈലജയുടെ ജനകീയത തകർക്കാൻ വേണ്ടിയാണ് വടകരയിൽ അവരെ മത്സരിപ്പിച്ചതെന്ന വാദം ചില കോണുകളിൽ ഉയർത്തിയിരുന്നു. അതിന്റെ ചുവട് പിടിച്ചാണ് ജയരാജന്റെ വിശദീകരണം. വടകരയിലെ ജനങ്ങൾക്കും അത്തരമൊരാഗ്രഹമുണ്ട്. കെ ശൈലജയെ ഒതുക്കുന്നതിന് വേണ്ടിയാണ് മത്സരിപ്പിച്ചതെന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായി. ശൈലജയെ ഡൽഹിയിലേക്ക് അയക്കാതെ സംസ്ഥാനത്ത് തന്നെ നിർത്താനുള്ള വടകരയിലുള്ളവരുടെ ആഗ്രഹം തോൽവിയുടെ ഘടകമാണ് എന്നുമാണ് ജയരാജൻ പറഞ്ഞിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനമുയർന്ന യോഗത്തിലാണ് ശൈലജയ്ക്ക് വേണ്ടി ജയരാജൻ വാദിച്ചത്. 5 കൊല്ലം മുൻപ് വടകരയിൽ തോറ്റത് ജയരാജനായിരുന്നു. ഇതോടെ പാർട്ടിയിൽ നിന്നും ജയരാജൻ ഒതുക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു നേതാവാണ് ശൈലജയ്ക്ക് വേണ്ടി തോൽവിയിൽ ഭിന്നമായ വാദമുഖം ഉയർത്തിയത്. മുഖ്യമന്ത്രി മാറണമെന്നോ പകരം കെ ശൈലജയെ കൊണ്ടുവരണമെന്നോ ജയരാജൻ പ്രത്യക്ഷമായി പറഞ്ഞിട്ടില്ല. പക്ഷേ മറ്റൊരു മുഖ്യമന്ത്രി മുഖത്തെ പാർട്ടിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിനു മുൻപ് ആരും ഇത്തരത്തിലൊരു മുഖ്യമന്ത്രി ചർച്ച CPM നേതൃയോഗത്തിൽ ഉയർത്തിയിട്ടില്ല. കണ്ണൂർ രാഷ്ട്രീയത്തിൽ വഴിത്തിരിവുണ്ടാക്കുന്ന പരാമർശമാണ് ജയരാജന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അങ്ങനെ കെ ശൈലജയെ മുഖ്യമന്ത്രിയായി കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന ചർച്ചകൾക്കിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിലെ പ്രധാന നേതാവെന്ന വിശദീകരണവുമായി CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ രംഗത്തെത്തുന്നത്. തിരുത്തലെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ മാറ്റലല്ലെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. എന്തിന് നേതൃമാറ്റം? ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ലേ പിണറായി? തുടർഭരണത്തിലേക്ക് കേരളത്തെ നയിക്കാൻ നെടുംതൂണായി നിന്നത് പിണറായിയാണ്. ഇപ്പോഴും അതെ. പാർട്ടിയുടെയും സർക്കാരിൻ്റെയും മുന്നിൽ അത്തരമൊരു കാര്യമില്ലെന്നാണ് ഗോവിന്ദന്റെ പ്രതികരണം. എന്നാൽ തെറ്റുതിരുത്തലിൽ EP ജയരാജനെതിരെ പരിശോധനകൾ ഉണ്ടാകുമെന്നും ഗോവിന്ദൻ വിശദീകരിച്ചു. അതായത് ശൈലജയെ മുഖ്യമന്ത്രിയാക്കിയുള്ള പരീക്ഷണം MV ഗോവിന്ദനും ആഗ്രഹിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. സംഘടനാപരമായ പരിശോധനയും തങ്ങൾ നടത്തുമെന്നും നന്നായി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ അതിന്റെ നേട്ടം UDFനാണ് ലഭിച്ചതെന്നും അദ്ദേഹം പറയുന്നു. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഫലപ്രദമായ രാഷ്ട്രീയ പരിപാടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് MV ഗോവിന്ദന്റെ വിശദീകരണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനുമായി മാതൃഭൂമി നടത്തിയ അഭിമുഖത്തിലാണ് ഈ പരാമർശമുള്ളത്. EP ജയരാജൻ BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗൗരവപൂർവ്വം പരിശോധിക്കും. എന്തെല്ലാം മാറ്റം വരുത്തണോ അതെല്ലാം ചെയ്യും. തിരുത്താനാണല്ലോ എല്ലാം എന്നാണ് ഗോവിന്ദന്റെ പരാമർശം. അതായത് EPക്കെതിരെ നടപടി സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു വെക്കുകയാണ് MV ഗോവിന്ദൻ. ശൈലജയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും തന്നെ അഭിമുഖത്തിൽ ഉയർന്നിരുന്നില്ല. എങ്കിലും മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മതിയെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു വെക്കുന്നുവെന്നതാണ് വസ്തുത. ഇനിയും ഭരണ തുടർച്ചയിലേക്ക് CPMനെ നയിക്കാൻ പിണറായിക്കാകുമെന്ന സൂചനകളാണ് MV ഗോവിന്ദന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. സർക്കാർ നടപ്പാക്കേണ്ട കാര്യങ്ങളിൽ ഊന്നൽ നൽകേണ്ടത് ഏതിലാണ് എന്നതിൽ കൃത്യമായ ധാരണയുണ്ടാകും. വർഗപരമായി ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധിക്കണമെന്ന നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയണമെന്നാണ് ആലോചിക്കുന്നത്. പാർട്ടിയും സർക്കാരും ആ രീതിയിൽ മുന്നോട്ടു പോകണമെന്നാണ് കാണുന്നതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങൾ എന്തൊക്കെ തിരുത്തേണ്ടതുണ്ടോ അതൊക്കെ തിരുത്തും. അതിന് ഒരു പ്രയാസവുമില്ല. മാറാതെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ മാറ്റാം. മാറാതിരിക്കുന്ന ഒരു പ്രശ്നം മാർക്സിസ്റ്റുകാരനെ സംബന്ധിച്ചുമില്ല. നിങ്ങൾ വേറെ എന്തെങ്കിലും രീതിയിൽ അത് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്തെല്ലാം മാറണോ അതെല്ലാം ഞങ്ങൾ മാറ്റും. ഏതെല്ലാം തരത്തിലുള്ള മാറ്റം വരുത്തണോ അതിന് പാർട്ടിയാണ് മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ അരൂപിയായ ആരെയും പറ്റിയും പറയേണ്ട കാര്യമില്ലല്ലോ എന്നാണ് MV ഗോവിന്ദൻ വിശദീകരിച്ചത്. BJPയുടെ തൃശൂർ ജയം അപകടകരമായ ചൂണ്ടുപലകയാണ്.
ഒല്ലൂർ പോലുള്ള മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ വോട്ട് ഉൾപ്പെടെ 10,000 വോട്ടാണ് കുറഞ്ഞത്. ഏറ്റവും അപകടകരമായി BJPക്ക് ജയസാധ്യതയുള്ള മണ്ഡലത്തിൽ മാത്രം 86,000 വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത്. ഞങ്ങൾക്കും ഇവിടെ വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷേ 74,000 വോട്ടിനാണ് ജയം. സിംഹഭാഗ സംഭാവന യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമാണ്. അതും ദൂരവ്യാപക ഫലം ഉളവാക്കുന്നതുമാണ്. കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ പേരിൽ CPM-നെതിരായി വലിയ വേട്ട നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിനെതിരായി വരുന്നത് കോൺഗ്രസ് പ്രതിരോധിച്ചു. എന്നാൽ അതിന്റെ അഖിലേന്ത്യാ നേതാവ് വന്നപ്പോൾ പിണറായിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ചോദിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. നയമില്ലായ്മയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാം ചേർത്ത് BJPക്ക് ജയിക്കാനുള്ള അന്തരീക്ഷം അവർ സൃഷ്ടിച്ചതിനൊപ്പം കോൺഗ്രസിന്റെ ക്രിയാത്മക സഹായവുമായപ്പോൾ അവർക്ക് എളുപ്പത്തിൽ കാര്യം നേടാനായി. ഇതാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ CPM സെക്രട്ടറിയുടെ വാക്കുകൾ. അതേസമയം മുഖ്യമന്ത്രിയുടെ സമീപനവും സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകാതിരുന്ന സർക്കാരിന്റെ സമീപനവും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായെന്ന് യോഗത്തിൽ നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് P ജയരാജന്റെ പരാമർശത്തിന് രാഷ്ട്രീയ പ്രാധാന്യം കൂടിയത്. വിമർശനങ്ങൾക്കൊന്നും യോഗത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതുമില്ല. എന്നാൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകേണ്ടി വരുമെന്ന സൂചനകളുമുണ്ട്. KK ശൈലജയും കേന്ദ്ര കമ്മിറ്റിയിലുണ്ട്. അവിടെ KK ശൈലജ പറയുന്ന നിലപാടും ഏറെ നിർണായകമാകും. എന്തായാലും കേരളത്തിലെ തോൽവി കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയാകും. പിണറായിയും തോൽവിക്ക് ഉത്തരവാദിയാണെന്ന വിലയിരുത്തൽ CPM കേന്ദ്ര നേതാക്കൾക്കുണ്ട്.